അപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇപ്പം ഈ രംഗത്തെത്തി ഇതുവരെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് ഹൈഡ്രോളിക് സിസ്റ്റം കംപ്ലീറ്റ് മാനുഫാക്ചറിങ് ചെയ്യുക. മാനുഫാക്ചറിങ് എന്ന് പറയുമ്പം ഹൈഡ്രോളിക് പവർ പാക്ക്, സിലിണ്ടർ, ഹൈഡ്രോളിക് പ്രസ്സസ്, മറ്റു ഇങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സുകളൊക്കെ. പിന്നെ ഇതിൻ്റെ എല്ലാ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞേക്കൊള്ളാം. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഇൻഡസ്ട്രിയൽ ഫാക്ടറികളിലാണ് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. അതായത് റബ്ബർ ഇൻഡസ്ട്രി, പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി, പേപ്പർ ഇൻഡസ്ട്രി, സ്റ്റീൽ ഇൻഡസ്ട്രി എന്നിങ്ങനെയുള്ള ഇൻഡസ്ട്രികളാണ് ഇത് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. പിന്നെ കുറയ്ക്കാൻ ഉപയോഗിക്കും അല്ലേ? അല്ല, ഭാരം കുറയ്ക്കാൻ വേണ്ടിയല്ല. ഇതെല്ലാം കംപ്ലീറ്റ് ഇപ്പം മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം മനുഷ്യൻ്റെ അധ്വാനം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സംഗതിയാണ് ഈ ഹൈഡ്രോളിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ. പിന്നെ ഓട്ടോമേഷൻ, മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഹൈഡ്രോളിക് പ്രഷർ കൊണ്ട് ചെയ്യുക. അപ്പോൾ അതിന് ഈ ഹൈഡ്രോളിക് പ്രഷർ അതിനൊരു പല ഇപ്പോൾ ഇലക്ട്രിക്കൽ നമ്മൾ കൺട്രോൾ പാനൽ ഉണ്ടാക്കുന്നു. ഇലക്ട്രിക്കൽ കറണ്ടാണ്, അത് പല രീതിയിൽ കൺട്രോൾ പാനലിൽ കൂടെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നു, പല സാധനങ്ങൾ പ്രവർത്തിക്കും. അതേമാതിരി ഹൈഡ്രോളിക് പ്രഷറിനെ നമുക്ക് ഏത് രീതിയിലും ഏത് ഇൻഡസ്ട്രിയിലും പ്രവർത്തിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ സ്റ്റീൽ പ്ലാന്റിലൊക്കെ ഹൈഡ്രോളിക് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. അത് ഈ സ്റ്റീലിൻ്റെ ഇപ്പോൾ സ്റ്റീൽ പ്ലാന്റിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റീലിൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നത്, വലിയ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഹൈഡ്രോളിക് പ്രഷർ അത്യാവശ്യമാണ്. അതെ, ഇത് വളരെ ഹൈ പ്രഷറുള്ള സാധനമാണ്. ഹൈ പ്രഷർ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ പേപ്പർ ഇൻഡസ്ട്രിയിൽ ഒരുപാട് നമ്മൾ പേപ്പർ ഇൻഡസ്ട്രിക്ക് ഒരുപാട് സപ്ലൈ ചെയ്യുന്നുണ്ട്, സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് മോൾഡിംഗ് മെഷീൻസ് അതിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലോ മോൾഡിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ വെള്ളം കുടിക്കുന്ന ബോട്ടിൽസൊക്കെ ഉണ്ടാക്കുന്ന മെഷീൻ. അപ്പോൾ അതിനും ഹൈഡ്രോളിക് സിസ്റ്റം ആവശ്യമാണ്. അപ്പോൾ അതിന് പവർ പാക്ക് വേണം, അതിന് സിലിണ്ടർ വേണം. അങ്ങനെ ഈ ഹൈഡ്രോളിക്സിൻ്റെ ഫീൽഡ് ഒരുപാട് വലിയ ഫീൽഡാണ്. അത് വളരെ നല്ല ലൈനാണ് നമ്മളുടെ, ഒരുപാട് സ്കോപ്പുള്ള ലൈനാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഭാര്യയുടെ പേര് സുജാത എന്നാണ്. പിന്നെ എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്ത മകൾ തുഷാര, രണ്ടാമത്തെ മകൻ പ്രണവ്, മൂന്നാമത്തെ മകൻ പ്രജിത്ത്. മൂത്ത മകൾ കർണാടകയിലെ ദന്ത ഡോക്ടറൊക്കെ ആയിട്ട് പഠിക്കുന്നു, 3rd year ആണ്. 3rd year BDSന് പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ പ്രണവ് ഇപ്പം 11th +1 എന്ന് പറയും കേരളത്തിൽ, +1 പഠിക്കുന്നു. മൂന്നാമത്തെ മകൻ പ്രജിത്ത്, അവനിപ്പോൾ 6th സ്റ്റാൻഡേർഡിലാണ്. അവർ രണ്ടുപേരും ഇവിടെ രണ്ടാമത്തെ മകൻ VK കൃഷ്ണമേനോൻ കോളേജ് ബാണ്ടൂപ്പിൽ പഠിക്കുന്നു. മൂന്നാമത്തെ മകൻ വാണി വിദ്യാലയം മുള്ളണ്ടി പഠിക്കുന്നു. മകള് കർണാടകയിലെ റായ്ചൂർ കോളേജിൽ പഠിക്കുന്നു. ഇല്ല, മകളിപ്പോൾ പഠിക്കുന്നേ ഉള്ളൂ. 3rd year BDS ആണ് പഠിക്കുന്നത്. ഈ 2 വർഷം കൂടെ കഴിയണമല്ലോ പഠിത്തം കഴിയണമെങ്കിൽ. അപ്പോൾ ഭാര്യ വീട്ടമ്മയാണ്, ഹൗസ് വൈഫാണ്. ബിസിനസ് കാര്യങ്ങളുടെ പിന്നെ ഓഫീസിൽ വരാറും ഒന്നുമില്ല. എന്നാലും ബിസിനസ്സിൽ നമുക്ക് വേണ്ടുന്ന നമ്മുടെ തിരക്കിലെ എല്ലാ സഹകരണവും, നമ്മുടെ എത്ര ലേറ്റായി ചെന്നാലും എത്ര രാവിലെ ഇറങ്ങേണ്ടി വന്നാലും ഒരു പരിഭവമില്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കും. അതുപോലെ തീർച്ചയായിട്ടും ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് അവരുടെ പങ്ക് വളരെ വലുതാണ്. ഇവിടെ കൂട്ടുകാർ ഉണ്ടോ? ഇവിടെ എനിക്ക് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ മറ്റുള്ള അങ്ങനെയുള്ള ഒരുപാട് കൂട്ടുകാരൊന്നുമില്ല. കാരണം നമ്മൾ കള്ളുകൂടിയും മറ്റുള്ള കാര്യങ്ങളിലെത്തുകൊണ്ട് സുഹൃത്തുക്കൾ വളരെ കുറവാണ്. ആത്മബോധം ഉള്ളതുകൊണ്ട് മറ്റേ കള്ളുകൂടിയങ്ങളുടെ ഇടപാടില്ലാത്തതുകൊണ്ട് വലിയ സുഹൃത്തുക്കളില്ല. എന്നാൽ നമ്മുടെ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഞങ്ങളുടെ ഈ ബോംബെയിൽ 3 ആശ്രമങ്ങളുണ്ട്. ഒന്ന് ആദ്യമായിട്ട് മഹാരാഷ്ട്രയുടെ മണ്ണിൽ സ്ഥാപിതമായ ആശ്രമം അംബർനാഥ് ശിവഗംഗാ നഗർ എന്നൊരു സ്ഥലത്താണ്, അംബർനാഥ് ഈസ്റ്റിൽ. രണ്ടാമത് സാക്കിനാക്ക, മുംബൈയുടെ ഹൃദയഭാഗമാണ്. സാക്കിനാക്കയിലും ശിവാനന്ദ ആശ്രമമുണ്ട്. അത് കഴിഞ്ഞ് മൂന്നാമത് പൊവായിലും ശ്രീ ശിവാനന്ദ ആശ്രമമുണ്ട്. അങ്ങനെ ബോംബെയിൽ 3 ആശ്രമങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവിടുന്ന് ഒരു സ്വാമിജിയെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അദ്ദേഹം അതെല്ലാം നടത്തി പോകുന്നു. പിന്നെ കൂടാതെ ഞാൻ അംബർനാഥ് ആശ്രമത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ട് ഇത് അവിടെ പല ചാരിറ്റബിൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ വളരെ ഹോസ്പിറ്റലൈസ് ആകുന്ന ആൾക്കാരെ, സാമ്പത്തിക ശേഷിയിരുന്ന ആൾക്കാരെ അവരുടെ ഇതിനു വേണ്ടി സഹായിക്കുക. അതുപോലെ തന്നെ നമ്മൾ വിളിച്ചു പറയാത്ത രീതിയിൽ വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കി നിൽക്കുന്ന ആൾക്കാരെ, ഇപ്പോൾ ഒരു കല്യാണ ആവശ്യത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മൾ സഹായിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും നമ്മളൊന്നും പുറത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്.
ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കൾച്ചറൽ പ്രോഗ്രാംസ് വല്ലതും ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് കൾച്ചറൽ പ്രോഗ്രാമൊക്കെ അവിടുത്തെ ആനുവൽ ഡേക്ക് ഉണ്ട്. വർഷത്തിലൊരിക്കൽ എല്ലാ വർഷവും ജനുവരി 26 ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ വാർഷികം. അതെന്താണ് ജനുവരി 26? ജനുവരി 26 ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനം, ആശ്രമത്തിൻ്റെ പ്രതിഷ്ഠ ഉദ്ഘാടനം. ആഗസ്റ്റ് 15 ജോലി കഴിഞ്ഞിട്ട് 16 ജോലി കിട്ടിയതുപോലെ അതെ, എല്ലാം ഇത് യാദൃശ്ചികമായിട്ട് അങ്ങനെ ജനുവരി 26 തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഹോളിഡേയാണ്, എല്ലാവർക്കും സംബന്ധിക്കാൻ പറ്റും. തന്നെയല്ല അതിൻ്റെ പ്രതിഷ്ഠയുടെ വാർഷിക ദിനം ഒന്നായതുകൊണ്ട് എല്ലാ വർഷവും അത് ആനുവൽ ഡേ ആയിട്ട് ഞങ്ങൾ ആഘോഷിക്കുന്നു. ഒരുപാട് ആൾക്കാരുണ്ടോ? ഒരുപാടെന്ന് പറഞ്ഞാൽ ഇതിലെ ഇതിൽ ഈ ഒരുപാട് ഇതിലെ നിയമങ്ങൾ കർശനമായതുകൊണ്ട് അധികം ആൾക്കാർ ഇതുവരെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ മാത്രമേ ഇത് ഉണ്ടാവും. ആൾക്കാർ വളരെ കുറവാണ്. വീട്ടിനകത്ത് പ്രാർത്ഥനയും കാര്യങ്ങളും വീട്ടിനകത്ത് തീർച്ചയായിട്ടും രാവിലെയും വൈകിട്ടും ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേർച്ച് പ്രാർത്ഥിക്കും. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. ഇനി അങ്ങോട്ടുള്ള എയിം എന്തൊക്കെയാണ്? ഭാവിയിൽ അങ്ങോട്ടുള്ള എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിസിനസ് നല്ലപോലെ ചെയ്യുക, കുടുംബം നല്ല രീതിയിൽ എത്തുക, അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒക്കുന്ന സഹായങ്ങൾ സമൂഹത്തിന് ചെയ്യുക എന്നൊക്കെയുള്ള നല്ല ഉദ്ദേശങ്ങളുണ്ട്. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ സഹായം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നാട്ടിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ തപസ്യ എന്ന് പറഞ്ഞ വീടുണ്ടാക്കി. അതിനെപ്പറ്റി പറഞ്ഞു വന്നിട്ട് മാറി നമ്മുടെ എങ്ങനെയാണ് തപസ്യയിലേക്ക് വന്നതെന്നുള്ളത്. തപസ്യയിലേക്ക് വന്ന് പറയുമ്പോൾ ഞാൻ ഈ ബോംബെയിൽ വന്നു ജോലിയൊക്കെ ചെയ്തു. ബിസിനസ് തുടങ്ങിയതിന് ശേഷം 94 ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഒരു 3-4 കൊല്ലം കഴിഞ്ഞതിന് ശേഷം 4-5 കൊല്ലം കഴിഞ്ഞ് 2000-ലാണ് വീട് പണിയാൻ തുടങ്ങുന്നത്. 2000-ൽ അതുപോലെ എനിക്ക് വീട് അവിടെ നിന്ന് പണിയാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അനിയൻ ഗൾഫിലാണ്. എൻ്റെ അനിയൻ 2000-ൽ 5 മാസത്തെ അവധിക്ക് വന്നു. അപ്പോൾ അവനോട് ഞാനിങ്ങനെ പറഞ്ഞു, ഏട്ടാ നമുക്ക് വീട്ട് പണിയണം, നിനക്ക് പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ശരി ചെയ്യാം എണ്ണാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാമ്പത്തികം എല്ലാം ഇവിടെ നിന്ന് അയച്ചു കൊടുത്ത് അവൻ്റെ മേൽനോട്ടത്തിൽ നല്ലൊരു വീട് പണിതു. കാരണം വീട് പണിതിൻ്റെ ഉദ്ദേശം നമുക്ക് താമസിക്കാൻ വേണ്ടിയല്ല, എനിക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട എൻ്റെ അമ്മയെ സുരക്ഷിതമായിട്ട് നല്ല രീതിയിൽ താമസിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവിടെ നല്ലൊരു വീട് പണിതു. അമ്മയെ അതിസുരക്ഷിതമായിട്ട് നല്ലപോലെ താമസിക്കുന്നു. അമ്മയെ നോക്കാൻ എൻ്റെ അനിയനും വൈഫും നമ്മുടെ കൂട്ടത്തിനുണ്ട്. അവർ വേറെ വീടുണ്ട്, എന്നാലും അമ്മയെ നോക്കാൻ വേണ്ടി അവരോട് തപസ്യയിലാണ്. തപസ്യ ഇടാൻ കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ, അതായത് എല്ലാവരുടെയും കൂടി പേര് വരുന്നത്, എല്ലാവരുടെയും ഓരോ അക്ഷരം എടുത്തിട്ട് തുളസീധരൻ്റെ ടിയും, പിന്നെ അങ്ങനെ മക്കളുടെ പി, പ്രണവ്, സുജാതയുടെ എസ്, എൻ്റെ അമ്മയുടെ പേര് സരസമ്മ എന്ന അതിലും എസ്, അങ്ങനെ തപസ്യ നിട്ടതാണ്. പിന്നെ അതിന്റെ പിന്നിൽ ഒരു തപസ്യുണ്ട് ആ വീട് വെക്കാൻ വേണ്ടി. തപസ്യ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ ഒരു തപസ്, ആ ഒരു ഉദ്ദേശം, അങ്ങനെ ഒരു എയിം, ഒരു പ്രയത്നം. അപ്പൊ അത് പിന്നെ സാക്ഷാത്കരിക്കപ്പെട്ടപ്പോൾ അതിലുള്ള സന്തോഷവും അതിലുണ്ടാകുന്ന ഒരു പേരിടാൻ വേണ്ടി. എന്തായാലും ജീവിതം ഇപ്പോൾ ജീവിതം വളരെ സുഖമായിട്ട് സന്തോഷകരമായിട്ട് ഭഗവാന്റെ ശുഭാനന്ദപുരത്തിൻ്റെ അനുഗ്രഹത്തിൽ കൂടി വളരെ അനുഗ്രഹമായിട്ട് കുടുംബജീവിതവും ബിസിനസ് ജീവിതവും രണ്ടും ഒരുപോലെ നല്ലപോലെ കൊണ്ടുപോകുന്നു. ഇതാ ഇവിടെ നമ്മൾ വിശേഷങ്ങൾ കേട്ടല്ലോ. ആത്മബോധം നമ്മളിലേക്ക് ഉണ്ടാവുക, ആ ബോധത്തിൽ നിന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മളിൽ സത്യവും ജ്ഞാനവും ഒക്കെ എങ്ങനെയാണ് പകരേണ്ടത്, അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് അത് പകർത്തേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്ന ഈ ബിസിനസ്സുകാരൻ തുളസീധരൻ സാർ ഇവിടെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ നല്ല നല്ല പ്രവൃത്തികൾ കൊണ്ട് ഉന്നമനത്തിലെത്തി ഇന്ന് കുടുംബമായിട്ടും ബിസിനസ്പരമായിട്ടും സന്തോഷകരമായി ജീവിക്കുന്നു. ഇതും നമുക്ക് അനുകരിക്കാവുന്ന ഒരു പാഠമാണ്. പ്രേക്ഷകരോടുള്ള ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, നമ്മുടെ സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.